ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫഹീം ഇട്ട്. പിന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചങ്കന്മാരുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ചങ്കത്തികൾക്കും ചങ്കന്മാർക്കും ഒന്ന് ഷെയർ ചെയ്യട്ടോ. പിന്നെ പുത്തൻ വീഡിയോകളായി ഞാൻ വരുന്നോണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്, ഒരു മാസം 1.5 മാസമായിട്ട് എറണാകുളത്താണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അവിടെ ജോലി കിട്ടിയിട്ടുണ്ട്. ജോലി കിട്ടിയപ്പോൾ ഞാൻ അവിടെ തന്നെ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഈ സിനിമാക്കാരെ പിന്നാലെ ഒരു ചാൻസ് വെച്ച് കിടക്കുകയാണ്. നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് കുടുകുടാ ചിരിപ്പിച്ച, തെലുങ്കിലും അതുപോലെ തമിഴിലും കുടുകുടാ ചിരിപ്പിച്ച കൊച്ചിൻ ഹനീഫയുടെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. ആ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യും. പിന്നെ മറക്കല്ലേ, നിങ്ങളുടെ തള്ളാവരിൽ ഒന്ന് ഫ്രീ ആണെങ്കിൽ ആ ബെല്ലൈക്കണും അതുപോലെ ലൈക്ക് ബട്ടണും ഒന്ന് നിൽക്കുക. ഓക്കെ. ഞാന് ഏകദേശം ഒരു മാസമായിട്ട് കൊച്ചി തന്നെ. കാരണം എനിക്ക് ജോലി കിട്ടിയിട്ട് അവിടെ തന്നെ. അപ്പോ നമ്മുടെ സുഹൃത്ത് SP-ക്ക്, നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ ഓർമ്മയിൽ ഓടുന്നുണ്ടാവും ആരാണ്. ദുൽഖറിന്റെ മേക്കപ്പ് മാൻ. അപ്പോ ഞാൻ നമ്മുടെ അനാൻ ഷാനോടൊന്ന് ചോദിച്ചു, അനാൻ ബ്രോ, എനിക്ക് SP-ക്ക് ആയിട്ടൊന്ന് പരിചയപ്പെടണം. ഓ, SP-ക്ക് ആയിട്ട് പരിചയപ്പെടാം, കൊച്ചിയിൽ ഉണ്ടാവുന്നു. ഞാൻ കുറെ തപ്പിയിടണം, പുള്ളിയെ കാണാനല്ല. അങ്ങനെ ഞാന് സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ചങ്കന്മാരൊക്കെ വിളിച്ചു ചോദിച്ചു, എനിക്ക് ചെറിയ ആവശ്യമുണ്ട്, ദുൽഖറിനെ കാണാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് നടന്നു. പക്ഷേ SP-ക്ക് കാണാൻ പറ്റിയില്ല, ഭയങ്കര പ്രശ്നം. അപ്പൊ SP-ക്കോട് വിളിച്ച് കിട്ടാത്തതുകൊണ്ട് SP-ക്കയുടെ ഫ്രണ്ട് വഴി SP-ക്കിനെ കിട്ടി. SP-ക്കിനോട് എനിക്കൊരു കാര്യം പറഞ്ഞു. SP-ക്കിനോട് ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ കുടുകുടാ ചിരിപ്പിച്ച നമ്മുടെ സ്വന്തം ഹനീഫയുടെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. ഞാന് നമ്മുടെ അനീഷ് ബ്രോയും ഉണ്ട് കേട്ടോ. അനീഷ് ബ്രോ എന്റെ കൂടെ തന്നെ ഓട്ടോയിൽ നടന്നു വരിക, ഞങ്ങൾ ഇങ്ങനെ ബൈക്കിൽ വരിക. അപ്പോ അനീഷ് ബ്രോ പറഞ്ഞു, നല്ല മഴയാണ്, നമുക്ക് അനീഫ്ക്കാടെ വീട്ടിലൊന്നും പോകണ്ട, മഴയാണ്, നമുക്ക് പണി പാടുന്നു പറഞ്ഞു. അതെന്താ ടീം അങ്ങനെ വർത്താനം എന്ന് പറഞ്ഞു. ഞാൻ അനീഷ് ബ്രോനോട് പറഞ്ഞു, നമുക്ക് പോകാം. നമ്മുടെ മലയാള സിനിമയിൽ നമ്മളെ കുടുകുടാ ചിരിപ്പിച്ച, പിന്നെയും തമിഴില്, തെലുങ്കില്, കർണാടക എന്ന ഭാഷകളിലും എല്ലാ ഭാഷകളിലും നമുക്ക് ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു നടനും കൂടിയാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ട് അദ്ദേഹം. പിന്നെ എനിക്ക് അദ്ദേഹം മരിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു, പിന്നീട് അറിഞ്ഞത്. കുറെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു അദ്ദേഹം മരിച്ചടാ എന്ന് പറഞ്ഞു. ഞാൻ കാണുന്നത് തന്നെ പറക്കുന്തടിക, ഈ പറക്കുന്തടിക എന്ന് പറയുന്ന നമ്മുടെ ജനപ്രിയൻ ദിലീപേട്ടന്റെ സിനിമയിലൂടെയാണ്. പിന്നീട് ഒരുപാട് സിനിമയിൽ ഞാൻ കണ്ടു അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും. പക്ഷെ കോമഡി ആയിട്ട് പുള്ളി അനീഫിക്കല്ലാത്ത കൊച്ചി എന്ന് പറയും. കാരണം ഭയങ്കര വിഷമമാണ്. ഇപ്പൊ താമസിക്കുന്നത് അനീഫിക്കയുടെ അനിയനാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. അപ്പൊ നമ്മള് വീടിന്റെ അവിടെ ചെന്നപ്പോ ഞാൻ ബെല്ലടിച്ച്, ഞാൻ ഓടിച്ചെന്ന് അനീഷ് ചേട്ടനും കൂടി ഞങ്ങള് രണ്ടാളും അനീഫക്കയുടെ വീട് കണ്ടല്ലേ. ഒന്ന് ബെല്ലടിച്ചപ്പോ അനീഫിക്ക അവിടെ അല്ല. ഇപ്പൊ താമസിക്കുന്ന അനീഫിക്കയുടെ അനിയനാണ്. കാരണം ഏട്ടനോ അനിയനോ പറഞ്ഞു. ആ വീട് ചെറിയ വീടാണെങ്കിലും നമുക്ക് ഒരുപാട് കുടുകുടാ ചിരിപ്പിച്ച മലയാള സിനിമയുടെ ഒരു നടനാണ് ഹനീഫ്ക്ക. ഹനീഫ്ക്ക എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ അനീഫ്ക്കയുടെ സിനിമയിൽ കാണുന്നത് പറക്കുന്തടിക, അതുപോലെ ഒരുപാട് എന്തിരൻ, അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ വീട് കണ്ടപ്പോ എന്റെ കണ്ണാകെ നിറഞ്ഞു പോയി. ഇതാണ് അദ്ദേഹത്തിന്റെ വീട്.